നമസ്കാരം. ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സിനിമ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ സിനിമയെക്കുറിച്ച് പറയാനല്ല ഈ വീഡിയോയുമായി വന്നത്. പക്ഷേ ആ സിനിമയിലെ ഒരു കാര്യം ഈ വീഡിയോയുടെ ആമുഖമായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ വീഡിയോ പെട്ടെന്ന് നമുക്ക് ദഹിക്കും. അതിൽ അനുരാഗ് കശ്യപ് അവതരിപ്പിച്ച ദയാനന്ദ് ബാരെ എന്ന് പറയുന്നൊരു കഥാപാത്രമുണ്ട്. മൂപ്പരങ്ങ് ഭയങ്കര എടുപ്പുള്ള, ഭയങ്കര ശക്തിമാനായ അധോലോകമൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളാണ്. അയാൾ നമ്മുടെ കേരളത്തിലെ വയനാട്ടിലെ അവറാൻ്റെ വീട്ടിലേക്ക് ഒരു കയറ്റം കയറുകയാണ്. ഞാൻ മേടിച്ചിട്ടേ പോകൂ എന്നും പറഞ്ഞുള്ള ഒരു വരവായിട്ട് നമുക്കിപ്പോൾ തോന്നുന്ന, ആ സിനിമയെക്കുറിച്ച് ആലോചിച്ച് നോക്കുമ്പോൾ തോന്നുന്ന ഒരു വരവാണ് ദയാനന്ദ് ബാരെ. അമ്മാതിരി ഒരു സാധനമാണ് അനുരാഗ് കശ്യപ് ഇങ്ങനെ വരുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ 3ാം ഭരണകാലയളവിലെ 3ാം പാർലമെൻറ്റ് സമ്മേളനത്തിൽ BJP സമാനമായ അവസ്ഥയിലാണ്. ഞങ്ങൾ മേടിച്ചിട്ടേ പോകൂ എന്നും പറഞ്ഞിട്ടാണ് ഈ സഭാ സമ്മേളനത്തിലേക്ക് BJP രണ്ടും കൽപ്പിച്ചു വന്നത്. യഥാർത്ഥത്തിൽ ഈ സഭാ സമ്മേളനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ രാജ്യത്തെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിരവധി വിഷയങ്ങളുണ്ടായിരുന്നു. മോദി സർക്കാരിൻ്റെ 1ാം മോദി സർക്കാരിന് ശേഷം നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായ മണിപ്പൂർ മുതൽ അമേരിക്കയിൽ കേസ് നേരിടുന്ന മോദിയുടെ കൂട്ടുകാരനായ അദാനിക്കെതിരായ കേസ്, അതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, കൈക്കൂലി വിഷയം വരെ നിരവധി വിഷയങ്ങൾ. നമുക്ക് മലയാളികൾക്ക് വയനാടിന് 5ൻ്റെ പൈസ തരാതെ ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു പോയ പോക്ക്, അതിനുശേഷം അതിൻ്റെ ചെലവ് വാങ്ങിച്ചു കൊണ്ടുപോയ പോക്ക് ഒക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. എന്നാൽ പാർലമെൻറ്റിൽ സഭാ സമ്മേളനത്തിൻ്റെ ആരംഭഘട്ടം മുതൽ പ്രതിപക്ഷത്തിന് ഓരോ പ്രശ്നങ്ങളും ഉന്നയിക്കാനുള്ള അവസരങ്ങളൊന്നും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ചില പ്രശ്നങ്ങളുടെ കാര്യത്തിൽ പ്രതിപക്ഷത്ത് തന്നെ ചില വിയോജിപ്പുകൾ, പൊതുവായ ഏകോപനമില്ലായ്മ ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സഭാ സമ്മേളനം അവസാനിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആദ്യകാലത്തെ വിയോജിപ്പുകളെ, ഈ നീണ്ട സമ്മേളനമാണ് ഇപ്പം നടന്നത്, ഈ കാലത്തെ ആദ്യ ദിവസങ്ങളിലെ വിയോജിപ്പുകളെ മുഴുവൻ ഏകോപിപ്പിച്ച് ഒരു ശക്തിയിലേക്ക് എത്തി നിർത്തുന്ന, അംബേദ്കർ എന്നൊരു വിവാദം വരെ എത്തി നിൽക്കുന്ന, അമിത്ഷായുടെ ആ സംഭാവന വരെ എത്തി നിൽക്കുന്ന സാഹചര്യം പരിശോധിക്കുമ്പോൾ രസകരമാണ്. ആദ്യം അദാനിയിൽ നിന്നാണ് തുടക്കം. 23,000 करोड़ रुपए की रिश्वत भारतीय जनता पार्टी की सरकार को दिया गया है, इनके अधिकारियों को दिया गया है। अडानी मुद्दे पर आप चर्चा कराइए, हम अपनी बात रखेंगे और सरकार को पूरा मौका मिलेगा। इन्होंने 23,000, अडानी ने 23,000 करोड़ रुपया मोदी सरकार को दिया है, ये मेरा निश्चित आरोप है। അദാനി നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ ഇഷ്ടവിഷയമാണ്. രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട, രാജ്യത്തെങ്ങും എത്തിക്കുന്ന വിധത്തിൽ ആ പ്രശ്നത്തെ നിരന്തരം ഉയർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ഭീതി വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ സംഭാല് പോലെ രാജ്യത്തെങ്ങുമുള്ള പള്ളികളിൽ ക്ഷേത്രം തിരയുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ സംഘപരിവാർ സംഘടനകൾ നടത്തി ന്യൂനപക്ഷങ്ങൾ ഇതുവരെ കാണാത്ത വിധം ഭീതി ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തപ്പെട്ട ഒരു സാഹചര്യമാണ്. എന്നാൽ പാർലമെൻറ്റിൽ സംഭാല് പോലെയുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കണം എന്നുള്ള വാദം CPM അടക്കമുള്ള ഇടതുകക്ഷികളും SP ഉത്തർപ്രദേശിലെ അതിശക്തമായ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷി അടക്കം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസ് അദാനിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ആദ്യ ദിവസങ്ങളിൽ മുന്നോട്ട് പോയി. എന്നാൽ അദാനിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടാൻ പാർലമെൻറ്റിൽ 2 നേതൃത്വങ്ങളും തയ്യാറായില്ല. പ്രതിപക്ഷത്തെ മിണ്ടാൻ അനുവദിക്കുകയും ചെയ്തിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് SP വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന വിധത്തിൽ സംഭാൽ ഉന്നയിക്കുന്നത്. പാർലമെൻറ്റിൽ കിട്ടിയ അവസരത്തിൽ സംഭാലിൻ്റെ കാര്യങ്ങൾ പരാമർശിച്ചു കൊണ്ടിരുന്നു. അപ്പോഴാണ് അദാനിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ജോർജ് സോറോസിൻ്റെ പ്രശ്നം BJP തിരിച്ച് അടിക്കുന്നത്. സോണിയാഗാന്ധിക്കും സോറോസിനും തമ്മിലുള്ള ബന്ധത്തെ ഉന്നയിച്ചുകൊണ്ട് അവർ അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ഒരു വിഷയത്തിലേക്ക് പോയി. ഈ സാഹചര്യത്തിൽ BJP കോൺഗ്രസ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പോയി. SP അടക്കം തൃണമൂല് വരെയുള്ള ഘടകകക്ഷികൾ ഇത്തരമൊരു സാഹചര്യം ആഗ്രഹിച്ചിരുന്നില്ല. പ്രശ്നങ്ങൾ ഒരുപാട് ഉന്നയിക്കാനുണ്ട് എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചു. മാത്രമല്ല, നിരന്തരമായ സഭയിൽ ആദ്യ ദിവസങ്ങളിൽ BJP ഈ പ്രതിപക്ഷ പ്രതിഷേധത്തെ കൗണ്ടർ ചെയ്യുന്ന വിധത്തിൽ പെട്ടെന്ന് സഭ പിരിച്ചുവിടുന്ന, അതത് ദിവസം പിരിയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. ഇത് അധികകാലം മുന്നോട്ട് പോകാത്ത ഒരവസ്ഥ ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് SP-യും മറ്റ് കക്ഷികളും മറ്റ് വിഷയങ്ങൾ കൂടി നമുക്ക് ഉന്നയിക്കണം, ചർച്ചകളിൽ പങ്കാളിത്തം ഉണ്ടാക്കണം എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ചർച്ചകളിലേക്ക് വന്നത്. എന്നാൽ അതിനുശേഷം മണിപ്പൂരോ വയനാടോ ഒന്നും ഉന്നയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായില്ല എന്ന് അത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും പിന്നീട് ചില പ്രശ്നങ്ങളുണ്ടായി. അംബേദ്കറുടെ 75ാം ഇന്ത്യൻ ഭരണഘടനാ വാർഷിക സാഹചര്യത്തിൽ അംബേദ്കറെക്കുറിച്ച് അമിത്ഷാ ഏറ്റവും ഒടുവിലത്തെ നാളുകളിൽ പറഞ്ഞ പരാമർശം രാജ്യമാകെ അസ്വസ്ഥതയോടെ നോക്കിക്കണ്ടു. अम्बेडकर 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 इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता.
അംബേദ്കറിൻ്റെ പേര് നിരന്തരം ഉച്ചരിക്കുന്ന കോൺഗ്രസ് ആ സമയത്ത് വല്ല ദൈവത്തിൻ്റെ പേരും ഉച്ചരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് അംബേദ്കറെ അപമാനിക്കുന്ന പ്രയോഗം നടത്തിക്കൊണ്ട് പ്രതിപക്ഷത്തെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച അമിത്ഷായ്ക്കെതിരെ വികാരം വ്യാപകമായി ഉയർത്തപ്പെട്ടു. ഇത് പ്രതിപക്ഷത്തുണ്ടായിരുന്ന അനൈക്യം തകർത്ത് ഇല്ലാതാക്കിക്കൊണ്ട് പ്രതിപക്ഷം ഏകോപിത ശക്തിയായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ദയാനന്ദ് ബാരയുടെ പണി ഇവിടെ എത്തിച്ചു. അവരുടെ ഇടയിലുണ്ടായിരുന്ന അനൈക്യത്തെ ഇല്ലാതാക്കി അവർ ഒന്ന് ചേർന്ന് ശക്തരായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് അമിത്ഷായും നരേന്ദ്രമോദി അടക്കം NDA കക്ഷികളും ചെയ്തത്. അവരുടെ കൗണ്ടർ അറ്റാക്കുകൾ, വ്യർത്ഥമായ കൗണ്ടർ അറ്റാക്കുകൾ, വ്യാജമായ ആരോപണങ്ങൾ ഒക്കെ ഉയർത്തിയത് ആ നിലയിലുള്ള പ്രതികരണങ്ങളാണ് ഉളവാക്കിയത്. ഇത് നടക്കുന്നതിനിടയിൽ സോറോസിനെ മുൻനിർത്തി സോണിയാഗാന്ധിക്കെതിരെ സഭയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ പൊളിയുന്ന വിധത്തിൽ അത് സംബന്ധിച്ച വിശദീകരണം പുറത്തു വരികയും ചെയ്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. सोरोस और कांग्रेस नेतृत्व के बीच में क्या रिश्ता है? वो रिश्ता जो है सदन के सामने में आप लोग बताइए और देश के सामने में माफी मांगना चाहिए. പിന്നീട് സമാജ്വാദി പാർട്ടിയും തൃണമൂലും CPM അടക്കമുള്ള കക്ഷികൾ സംഭാൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ 18-ന് അംബേദ്കറിൻ്റെ വിഷയം അമിത്ഷാ പറയുന്നതോടുകൂടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു തരത്തിലുള്ള ഐക്യത്തിലേക്ക് പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പോയത്. അദാനി വിഷയത്തിൽ ആരംഭിച്ച കാര്യം അംബേദ്കർ വരെ എത്തി. ഒടുക്കം രാഹുൽ ഗാന്ധിക്കെതിരായ ആരോപണങ്ങൾ വരെ അവർ കാര്യങ്ങൾ എത്തിച്ചു. എന്നാൽ സഭയുടെ അവസാന ദിവസത്തിന് തൊട്ട് തലേന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ 3 BJP MPമാർ കയ്യേറ്റം ചെയ്ത സാഹചര്യം പ്രതിപക്ഷത്തെ കൂടുതൽ ഐക്യശക്തിയാക്കി മാറ്റുന്നതിന് കാരണമായി. രാഹുൽ ഗാന്ധിക്കെതിരായ കയ്യേറ്റത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം, ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഒപ്പുവെച്ച കത്ത് സ്പീക്കർക്ക് നൽകിയതും നിർണായകമായി. 14 കക്ഷി നേതാക്കൾ ഒപ്പിട്ട കത്താണ് നൽകിയത്. അദാനി മുതൽ അംബേദ്കർ വരെ പങ്കെടുക്കാതിരുന്ന പ്രതിപക്ഷ ഐക്യനിരയിൽ ഈ വിഷയങ്ങളിൽ ഒന്നും ഒപ്പം ചേരാതിരുന്ന തൃണമൂൽ കോൺഗ്രസ് വരെ ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ കയ്യേറ്റത്തിൻ്റെ കാര്യത്തിൽ ഒരുമിച്ചു എന്നുള്ളതാണ് അവസാന ദിവസത്തിന് തൊട്ട് തലേന്നുണ്ടായ സാഹചര്യം. അദാനി പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുനിന്ന സമാജ്വാദി പാർട്ടി നേരത്തെ പറഞ്ഞ പോലെ അംബേദ്കർ കാര്യത്തിൽ ഒരുമിച്ചു. അതിൻ്റെ പിന്നാലെ രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കം കൂടിയായപ്പോൾ ഇന്നലത്തോടുകൂടി സഭാ സമ്മേളനം അവസാനിക്കുന്ന ഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് കൂടി ഒപ്പിട്ടു. അങ്ങനെ 14 കക്ഷികൾ ഒപ്പിട്ട കത്താണ് നൽകിയത്. KC വേണുഗോപാൽ കോൺഗ്രസിൽ നിന്ന്, ഡിംപിൾ യാദവ് SP-യിൽ നിന്ന്, TR ബാലു DMK, സുപ്രിയ സുലെ NCP, അരവിന്ദ് സാവന്ത് ശിവസേന, K രാധാകൃഷ്ണൻ CPM, ET മുഹമ്മദ് ബഷീർ മുസ്ലിം ലീഗ്, NK പ്രേമേന്ദ്രൻ RSP, ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ്, ഇങ്ങനെ 14 കക്ഷികളുടെ നേതാക്കൾ ഒപ്പിട്ട കത്താണ് സ്പീക്കർക്ക് നൽകിയത്. പാർലമെന്റിൽ ഔദ്യോഗികമായി തന്നെ അവർ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ രേഖപ്പെടുത്തലായിരുന്നു ഈ കത്ത്. ഇനി ഇതിൻ്റെ പിന്നാലെ അംബേദ്കർ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി BJP നടത്തിയ നീക്കങ്ങൾ അവരെ മറ്റൊരു കുഴിയിലേക്കാണ് ചാടിച്ചത്. ഒന്നും രണ്ടുമല്ല, നിരവധി കാര്യങ്ങൾ അവർ ചെയ്തു. അതിൽ ഒന്നാമത്തെ കാര്യം രാഹുൽ ഗാന്ധിക്കെതിരായ നീക്കമാണ്. ആ കാര്യമാണ് കയ്യേറ്റത്തിലേക്ക് എത്തിയ ഒരു കാര്യം. लीडर ऑफ ऑपोजिशन श्रीमान राहुल गांधी ने जिस तरीके से आज गैर प्रजातांत्रिक तरीके से प्रजातांत्रिक व्यवस्था में लोग जो हमारे सांसद थे वो प्रदर्शन कर रहे थे, उनके साथ धक्का मुक्की की, जिसमें हमारे 2 सांसद घायल हुए. രണ്ടാമത്തേത് രാജ്യസഭയിൽ നാഗാലാൻഡിൽ നിന്നുള്ള BJP MP കോണിയാക്കിനെ മുൻനിർത്തി BJP നടത്തിയ ഒരു നീക്കമാണ്. കോണിയാക്ക് സഭയ്ക്ക് പുറത്ത് നടന്ന പ്രതിഷേധത്തിനിടയിൽ രാഹുൽ ഗാന്ധി തന്നെ ഷൗട്ട് ചെയ്തു എന്ന ആരോപണം ഉയർത്തി. It was a peaceful protest. I was standing outside just below the staircase of Makar Dwar. Something happened to me which I really feel disheartened. Leader of opposition of the Lok Sabha, Shri Rahul Gandhi ji, came in very close proximity of me and I really feel uncomfortable and he started shouting at me, which I felt is very unbecoming of a leader of opposition. It is not that I cannot defend myself, but still then it would be very unbecoming. So I did not do that. But then what he did today, his action today was really bad, and I feel disheartened. And no lady member, let alone me, an ST lady member from Nagaland, should not be made to feel like this, sir. So therefore, I seek your protection on this matter, for which I've already served notice to you, sir.
സഭയിൽ അവരെ സംസാരിക്കാൻ രാജ്യസഭ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ തന്നെ അവസരം നൽകുകയും അവർ നീണ്ട ഒരു പ്രഭാഷണം നടത്തുകയും രാഹുൽ ഗാന്ധി എന്നെ തുറച്ചു നോക്കി, അദ്ദേഹം എന്നെ ഷൗട്ട് ചെയ്തു എന്ന ആരോപണം, ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കെതിരെ അപമാനമുണ്ടായി എന്നുള്ള ആരോപണം അവർ ഉന്നയിച്ചു. എന്നാൽ അത് ഒരു ആരോപണമായി ഉന്നയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, തൻ്റെ ചേംബറിൽ വന്ന് അവർ പൊട്ടിക്കരഞ്ഞു എന്ന് ജഗ്ദീപ് ധൻകർ സഭയിൽ പരസ്യമായി പറയുന്നിടം വരെ കാര്യങ്ങളെത്തി. She has met me in my chamber also. I am looking into it. She was literally in tears. According to her, she could never believe that as a lady member, she would have to suffer so much. ചെയർ പോലും പക്ഷം പിടിക്കുന്ന സാഹചര്യം ഈ കാര്യത്തിലുണ്ടായി. അങ്ങനെ സഭ അവസാനിക്കുന്ന ദിവസം ഇത്തരമൊരു ആരോപണം ഏകപക്ഷീയമായി ഉന്നയിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അദ്ദേഹം ഇല്ലാത്ത സഭയിൽ, ലോക്സഭയിൽ ഈ കാര്യം അറിയിച്ചിട്ടുമില്ല, രാജ്യസഭയിൽ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ അവസരം നൽകിയതിലൂടെ ചട്ടങ്ങളുടെ ലംഘനമാണ് ഉണ്ടായത് എന്ന് വലിയ തോതിലുള്ള വിമർശനം സഭയിലുണ്ടായി. അത് സംബന്ധിച്ച് അപ്പോൾ തന്നെ തിരുച്ചി ശിവ ആ കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തുവെങ്കിലും അതൊരു വനിതാ അംഗത്തിൻ്റെ വിലാപമാണ് എന്ന നിലപാടാണ് ധൻകർ സ്വീകരിച്ചത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം അംബേദ്കറെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ്. ജോർജ് സോറോസിൻ്റെ ചിത്രം തല മാറ്റി അംബേദ്കറുടെ ചിത്രം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യ മുന്നണി നടത്തിയ പ്രതിഷേധത്തിൻ്റെ ചിത്രത്തിൽ മാറ്റി ഒട്ടിച്ച് BJP നടത്തിയ സോഷ്യൽ മീഡിയ ഒരു പ്രയോഗമുണ്ട്. അവിടെ അംബേദ്കറുടെ തല മാറ്റി ഒട്ടിച്ച് അംബേദ്കറുടെ ശരീരവും ഇത്തരത്തിലുള്ള ജോർജ് സോറോസിൻ്റെ തലയും മാറ്റി കോൺഗ്രസിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന മട്ടിൽ അവർ സോഷ്യൽ മീഡിയയിൽ നടത്തിയ പ്രയോഗം, അതും അവർക്ക് തിരിച്ചടിയായി. അങ്ങനെ അംബേദ്കറെ വീണ്ടും അപമാനിക്കുന്നു എന്നുള്ള ആക്ഷേപവുമായി വ്യാപകമായി നേതാക്കൾ രംഗത്തെത്തി. രാജ്യത്തെങ്ങുമുള്ള പലവിധ സംഘടനകൾ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഉള്ള നിരവധി കാര്യങ്ങളാണ്. അതിൽ 3 കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ എല്ലാം അടപടലം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കണ്ടത്. BJPക്ക് തന്നെ ബൂമറാങ്ങായി മാറിയ കാര്യമാണ് കണ്ടത്. ഒന്ന്, രാഹുൽ ഗാന്ധി ആക്രമിച്ചു എന്ന് പറഞ്ഞ് മറ്റൊരു പരാതി അവർ ഉന്നയിച്ചിരുന്നു, അത് പൊളിഞ്ഞുപോയി. രണ്ടാമത്തേത് കോണിയാക്ക് എന്ന് പറഞ്ഞ വനിതാ MP-യെ മുൻനിർത്തി BJP നടത്തിയ നീക്കം. മൂന്നാമത്തേത് അംബേദ്കറുടെ ചിത്രം മാറ്റി ഒട്ടിച്ച് നടത്തിയ സോഷ്യൽ മീഡിയ നീക്കം. ഇതിൽ 2 പാർലമെൻറ്റിനകത്ത് രാജ്യസഭയെയോ ലോക്സഭയെയും ബാധിക്കുന്ന കാര്യം എന്നുള്ള നിലയിൽ അവിടെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. മൂന്നാമത്തേത് ഈ സാഹചര്യത്തിൽ പൊതുമധ്യത്തിൽ ഉണ്ടായ സംഭവമാണ്. ഇങ്ങനെ തുടക്കത്തിൽ പ്രതിപക്ഷത്ത് ചില ചെറിയ കാര്യങ്ങളിലാണെങ്കിലും അനൈക്യമുണ്ടായിരുന്ന സഭാ സമ്മേളന കാലയളവാണ്. എന്നാൽ സഭാ സമ്മേളനം അവസാനിക്കുമ്പോൾ അവർ വൻ ശക്തരായി നിൽക്കുകയാണ്. തൊട്ടതെല്ലാം പൊള്ളിപ്പോയ BJPയുടെ അവസ്ഥയാണ് ഗതികെട്ട അവസ്ഥ എന്ന് പറയേണ്ടത്. ഈ സഭാ സമ്മേളന സാഹചര്യം ഒരുപക്ഷെ അംബേദ്കറെ തൊട്ടതിന് ശേഷം അവർക്ക് കൈ പൊള്ളിയതുപോലെ ഇതിനു മുമ്പ് സമീപകാലത്തൊന്നും അവരുടെ തന്ത്രങ്ങൾ പാളിപ്പോയിട്ടുണ്ടാവില്ല. ഇരു സഭകളുടെയും ഫ്ലോറിൽ തന്നെ തൊടുന്നതെല്ലാം പാളിപ്പോകുന്ന സാഹചര്യമാണ്. തുടക്കത്തിൽ ഞാൻ റൈഫിൾ ക്ലബ്ബിലെ ദയാനന്ദ് ബാരയുടെ കാര്യം പറഞ്ഞു. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മ വരിക ചിലപ്പോൾ മറ്റൊരു കാര്യമായിരിക്കും. കിലുക്കം എന്ന സിനിമയിൽ വെടിവെക്കാൻ പോയി രാത്രി തലയിൽ മുണ്ടിട്ട് വെടിവെക്കാൻ പോയ ജഗതിയുടെ കാര്യമാണ്. ഒടുക്കം തോക്കുമായി പോയ ജഗതി വെടിവെക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് തന്നെ വെടിയേറ്റ് ആശുപത്രിയിലാവുന്ന സാഹചര്യം നമ്മൾ കണ്ടു. സമാന അവസ്ഥയിലാണ്, കിലുക്കത്തിലെ ജഗതിയുടെ അവസ്ഥയിലാണ് ഇന്ന് BJP ഉള്ളത്. പാർലമെൻറ്റ് സമ്മേളനം കഴിയുമ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഈ പാർലമെൻറ്റ് സമ്മേളനം എന്ന് പറഞ്ഞ പരിപാടി തന്നെ ഇല്ലാതാക്കാൻ പറ്റുമോ എന്നവർ ആലോചിക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടന്നാൽ മാത്രം മതിയല്ലോ. എന്തായാലും ഈ പാർലമെൻറ്റ് സമ്മേളന കാലയളവ് BJPക്കുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയാണ് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടി വരും. അതാണ് രാഷ്ട്രീയ യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം.